10 വർഷത്തിനു ശേഷം അധികാരത്തിലേറുന്ന UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങുകൾ നടക്കുക. മുഖ്യമന്ത്രി VD സതീശനെ കൂടാതെ മന്ത്രിമാരും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിങ്കളാഴ്ചയാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDFന്റെ പൂർണ്ണ മന്ത്രിസഭ അധികാരമേൽക്കുന്നത്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവർക്ക് ക്ഷണമുണ്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. കൂടാതെ കോൺഗ്രസിലെ പ്രമുഖ ദേശീയ നേതാക്കളും പങ്കെടുക്കുമെന്നാണ് വിവരം. ചടങ്ങിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് സൂചന. 21-നാണ് ആദ്യ നിയമസഭാ സമ്മേളനം. അന്ന് തന്നെ MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കും. അതേസമയം മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 മന്ത്രിമാരും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമാകും കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥാനങ്ങൾ. VD സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പട്ടിക ഞായറാഴ്ച ഉച്ചയോടെ ഗവർണർക്ക് കൈമാറും. 5 മന്ത്രിസ്ഥാനമെന്ന ആവശ്യമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. എന്നാൽ 4 മന്ത്രിസ്ഥാനം നൽകാമെന്നും 5-ാം മന്ത്രിക്ക് പകരമായി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം നൽകാമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിന് മുന്നിൽ വെച്ചതെന്നാണ് അറിയുന്നത്. ആഭ്യന്തരം, വിജിലൻസ്, വൈദ്യുതി, ഗതാഗതം, റവന്യൂ, ആരോഗ്യം, ടൂറിസം, ഗ്രാമവികസനം, സഹകരണം, എക്സൈസ്, വനം, പരിസ്ഥിതി വകുപ്പുകൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ ഇതിൽ ചിലത് ഘടകകക്ഷികൾക്ക് കൈമാറിയേക്കും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നൽകിയിരുന്ന ധനവകുപ്പ് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുത്തേക്കും. രമേശ് ചെന്നിത്തലയ്ക്ക് സുപ്രധാന വകുപ്പ് തന്നെ നൽകും. രമേശിനു പുറമെ സണ്ണി ജോസഫ്, K മുരളീധരൻ എന്നിവരും മന്ത്രിസഭയിൽ ഉണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മന്ത്രിസഭയിൽ ഉറപ്പാണ്. തിരുവഞ്ചൂരിനെ സ്പീക്കർ സ്ഥാനത്തേക്കും പരിഗണിക്കുന്നുണ്ട്. വനിതകളിൽ ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും പരിഗണനയിലുണ്ട്. AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദീഖ്, ചാണ്ടി ഉമ്മൻ, VT ബൽറാം, M വിൻസെന്റ്, TJ വിനോദ്, M ലിജു, K ജയന്ത്, മാത്യു കുഴൽനാടൻ, റോജി M ജോൺ, IC ബാലകൃഷ്ണൻ, VP സജീന്ദ്രൻ എന്നീ പേരുകളും സജീവ ചർച്ചയിലാണ്. ഇതിലാരൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമെന്നത് സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതേസമയം RSP, CMP, കേരള കോൺഗ്രസ് ജാക്കബ് എന്നിവർക്ക് ഓരോ മന്ത്രിമാരാണ് ഉണ്ടാവുക. ഘടകകക്ഷികൾക്ക് പഴയ വകുപ്പുകൾ തന്നെ നൽകിയേക്കും. 7 MLA-മാരുള്ള ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അസോസിയേറ്റ് അംഗങ്ങളായ KK രമ, മാണി C കാപ്പൻ എന്നിവർക്ക് 2.5 വർഷം വീതം ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാൻ ധാരണയായതായും അറിയുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.